ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു ടേസ്റ്റിയായ കുനാഫ ചോക്ലേറ്റ് മിഠായി തയ്യാറാക്കിയാലോ. നല്ല ടേസ്റ്റിയായ ഒരു ചോക്ലേറ്റാണിത്. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ്സാണ് കേട്ടോ. ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അതിനുവേണ്ടി ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബട്ടർ ഇല്ലെങ്കിൽ കുറച്ച് ഗീയോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ബട്ടറോ ഗീയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വന്നാൽ അതിലേക്ക് നമ്മൾ നേരിയ സേമിയല്ലേ, നല്ല തിക്ക് പറഞ്ഞ ആ നേരിയ സേമിയ നമുക്ക് ഒന്ന് കൈയോടൊന്ന് പൊടിച്ചിട്ട് അതൊന്ന് എന്തെങ്കിലും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന സേമിയ ഓൾറെഡി റോസ്റ്റ് ചെയ്ത സേമിയാണ്. എന്നാൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് നെയ്യിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ വറുക്കാത്ത സേമിയാണ് വാങ്ങുന്നതെങ്കിൽ അതും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമുക്കത് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മളെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാം. ഇപ്പം നമുക്ക് മധുരം നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടാം. ഞാനിവിടെ ഒരു 2 സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 10 രൂപേൻ്റെ അമൂലിൻ്റെ ഒരു പാക്കറ്റ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ സേമിയ കുറച്ച് അധികം ഉണ്ടെങ്കിൽ 2 പാക്കറ്റ് പാലോ അതുപോലെ ഒരു 3-4 സ്പൂൺ എടുക്കുന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ 4 ടേബിൾ സ്പൂൺ ആയിട്ട് നമുക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പാൽപ്പൊടി സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ സ്വീറ്റ്സിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുന്നത്. കുറച്ച് നല്ല ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ പാൽപ്പൊടി എന്തായാലും ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ പാൽപ്പൊടി ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പാൽപ്പൊടി ഒന്ന് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു 1/2 കപ്പോളം പാലും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂണ് കസ്റ്റർഡ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കസ്റ്റർഡ് പൊടി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 1 സ്പൂണോളം കസ്റ്റർഡ് പൊടിയാണ് ചേർത്ത് കൊടുക്കുക. അത്രയേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 1 സ്പൂൺ കസ്റ്റർഡ് പൊടിയും ഒരു 1/2 കപ്പോളം പാലും 1/4 കപ്പോളം പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ സേമിയയുടെ അളവ് കുറഞ്ഞുകൊണ്ടാണ് 1/2 കപ്പോളം ചേർത്ത് കൊടുത്തത്. നമ്മൾ സേമിയ അധികം എടുക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പാലിൻ്റെ അളവും കൂട്ടണം കേട്ടോ. അല്ലെങ്കിൽ വേഗം നമുക്കിത് കട്ട കെട്ടിപ്പോവും. നമുക്കിതിപ്പോൾ പാല് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ വേവിക്കുമ്പോൾ നമുക്ക് തിരിയല്ലോ ഇത് പാൽ കുറവാണെന്ന് അങ്ങനെ തോന്നുമെങ്കിൽ കുറച്ചും കൂടി പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ചും കൂടി പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പാൽ ചേർത്തെടുത്ത് പായസം പോലെ ആക്കരുത്. ഇത് പാനിൽ നിന്നും ഇതിങ്ങനെ വിട്ട് വരണം. കുറച്ചും കൂടി പാലും കൂടി ചേർത്തെടുത്ത് നമുക്കിത് നല്ലോണം യോജിപ്പിക്കാം. പാലിൽ നല്ലോണം സേമിയ വെന്തിട്ട് ഇതേപോലെ നമുക്ക് വിട്ട് വരുന്നുണ്ട്. പാനിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, സേമിയനെ ഒന്ന് ഒരു ഷേപ്പാക്കി എടുക്കണം. അതിനുവേണ്ടി കൈക്ക് കുറച്ചൊന്ന് നെയ്യ് തടവി കൊടുക്കാം. കുറച്ച് ചൂട് തണിഞ്ഞതിന് ശേഷം, അധികം ചൂട് തണിയാൻ കാത്തിക്കരുത്. അപ്പോൾ പിന്നെ നമുക്ക് ഇതേപോലെ ഉണ്ട പിടിക്കാൻ കിട്ടില്ല. നമുക്ക് കുറച്ച് ചൂടോടെ തന്നെ ഇത് നമുക്കൊന്ന് ഷേപ്പാക്കി എടുക്കാം. ഒന്നെങ്കിൽ ഇതേപോലെ ബോൾ രൂപത്തിലാക്കിയത് അപ്പോൾ നമുക്ക് എന്ത് ഷേപ്പാണോ സ്വീറ്റ്സിന് തോന്നുന്നത് അതുപോലത്തെ ഷേപ്പാക്കി എടുക്കാം കേട്ടോ. എന്തെങ്കിലും എന്തെങ്കിലും മോൾഡായിട്ട് ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് നമുക്ക് ഷേപ്പാക്കി എടുക്കാം. ഞാനിവിടെ ഇതേപോലെ ബോൾ പോലെയാണ് എടുത്തത്. എന്നിട്ട് ഇതിലേക്ക് എന്ത് ചെയ്യാം, ഇത് ഞാൻ ചോക്ലേറ്റ് ബാർ ഉണ്ടല്ലോ, ചോക്ലേറ്റ് ബാർ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റാക്കി എടുത്തതാണ്. അതിലേക്ക് കുറച്ച് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് പാൽപ്പൊടി എന്തെങ്കിലും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഈ ഓരോ ബോളുണ്ടല്ലോ അത് നമുക്ക് ഇതേപോലെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ മാറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് ഫ്രിഡ്ജിൽ 1 മണിക്കൂറോളം സെറ്റ് ചെയ്യാൻ വെക്കാം. എന്നാൽ അതിന് ശേഷം നമുക്കിത് കഴിക്കാം. ഇതിപ്പോൾ ചോക്ലേറ്റ് ബാറിന് പകരം
ഡയറി മിൽക്ക് ഉണ്ടെങ്കിൽ ഡയറി മിൽക്കോ ഗാലക്സിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക.